നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസിനോട് 100 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് പൊട്ടി പാളീസായത്. ഫലമോ ഇതാ, IPLന്റെ പ്ലേ ഓഫ് കാണാതെ അവർ പുറത്തായിരിക്കുകയാണ്. 2025 IPLൽ ഇനി അവർക്ക് 3 കളികൾ ബാക്കിയുണ്ട്, ചടങ്ങ് മാത്രം എന്നല്ലാതെ ഒരു കാരണവശാലും പ്ലേ ഓഫിലേക്ക് പോവില്ല. ഇപ്പോൾ പ്ലേ ഓഫ് കാണാതെ പുറത്തുപോയ ടീമുകൾ 2 എണ്ണമായി. ഇന്നലെ CSK പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ രാജസ്ഥാൻ റോയൽസും പുറത്തായിരിക്കുന്നു. ഇനി 8 ടീമുകളാണ് പ്ലേ ഓഫിനായിട്ട് പോരാടുന്നത്. അതിൽ പക്ഷേ തലപ്പത്തിരിക്കുന്ന ടീമുകൾ 5-6 ടീമുകൾക്ക് മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സജീവമായ സാധ്യതയുള്ളത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം 11 കളികളിൽ നിന്ന് ആകെ ജയിച്ചത് 3 കളികളാണ്. ബാക്കി കളികൾ ഈ 8 എണ്ണവും അവർ പൊട്ടി. -0.78 നെറ്റ് റൺ റേറ്റുമായിട്ട് 6 പോയിന്റോടെ അവർ 8ാം സ്ഥാനത്താണ്. തുടരൻ പരാജയങ്ങൾ അവരെ വലക്കുന്ന കാഴ്ച. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പരിക്കേറ്റ് ഇപ്പോൾ കളിക്കളത്തിന് പുറത്തുമാണ്. അതാണ് CSKയുടെ കാര്യത്തിലും. അവരുടെ നായകൻ രുദ്രാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് ഈ സീസണിൽ തന്നെ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഫലമോ അവരുടെ ടീമുകൾ ഇതാ IPLൽ നിന്ന് പുറത്തേക്കുള്ള വഴി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. നിരാശയാണിത്, നിരാശ. അടുത്ത സീസണിലെങ്കിലും ഈ ടീമുകൾക്ക് തിരികെ വരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് നോക്കുന്നത്. അതേസമയം MIക്ക് പറയാനുള്ളത് വേറൊരു കഥയാണ്. ആദ്യത്തെ 5 കളികളിൽ നിന്ന് അവർ വിജയിച്ചത് ഒരേ ഒരു കളിയാണ്. 9ാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ നിന്ന ടീമാണ്. ഇപ്പോൾ അതേ ടീം 11 കളികൾ കഴിയുമ്പോൾ, 5 കളികൾ കഴിയുമ്പോൾ 9ാം സ്ഥാനത്ത് നിന്ന ടീം 11 കളികൾ കഴിയുമ്പോൾ എവിടെയാണെന്ന് നോക്കുക, 1ാം സ്ഥാനത്താണ്. 14 പോയിന്റ്. തുടരൻ 6 വിജയങ്ങൾ, 7 വിജയങ്ങളും 4 തോൽവികളുമായിട്ട് പ്ലസ് 1.274 നെറ്റ് റൺ റേറ്റ്, വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റുമായിട്ട് മുംബൈ ഇന്ത്യൻസ് 1ാം സ്ഥാനത്താണ് ഇപ്പോൾ വിരാജിക്കുന്നത്. തീർച്ചയായിട്ടും MIയുടെ ഈ കുതിപ്പിന് തടയിടാൻ ഇനി ആർക്കെങ്കിലും കഴിയുമോ എന്ന് പോലും എതിരാളികൾ ഭയക്കുന്നുണ്ടാവണം. കാരണം അത്രയും മികച്ച രൂപത്തിൽ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ക്ലിക്കായിരിക്കുന്നു. നമ്മളിത് നേരത്തെ വിശകലനം ചെയ്ത കഥയായതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ആ മികവ് അവർ വീണ്ടും തുടരുകയാണ്. ഇന്നത്തെ ദിവസത്തെ കളിയൊന്ന് നോക്കണം. അവരുടെ ബാറ്റർമാർ ഓരോരുത്തരും മികവ് കാണിച്ചു. റിക്കിൾട്ടനും രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറികൾ കുറിച്ചപ്പോൾ പിന്നാലെ വന്ന 2 പേരും 48 റൺസുകളുമായിട്ട് പുറത്താകാതെ നിൽക്കുകയാണ് ചെയ്തത്. മിന്നും പ്രകടനം ബാറ്റ് കൊണ്ട് നടത്തിയ അതേ ടീം ബോൾ കൊണ്ട് അതുപോലെ തന്നെ മികവ് കാണിച്ചപ്പോൾ 100 റൺസിന്റെ വിജയമാണ് വന്നത്. അത് പവർ പ്ലേയിൽ തന്നെ 5 വിക്കറ്റുകൾ അവർ പിഴുതിരുന്നു. അവരുടെ 6 ബൗളർമാരിൽ 5 ബൗളർമാരും തങ്ങളുടെ ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പ്രകടനം, സമഗ്രാധിപത്യം. ഈ മുംബൈ ഇന്ത്യൻസ് വേറെ ലെവൽ പ്രകടനവുമായിട്ട് കുതിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.